ഏറ്റവും പുതിയ വിവരം എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് പോലീസാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തെ ക്യാമ്പസിന് സമീപം കാറ് പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. സംശയം തോന്നിയ നാട്ടുകാരാണ് പോലീസിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു സംശയം തോന്നാൻ തുടരാം. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നാട്ടുകാർ ഈ കാറ് വളഞ്ഞിട്ടുണ്ട്. ആ കാറിനുള്ളിൽ പ്രതി ഇരിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. ഈ കാറ് സംശയം തോന്നാൻ കാരണം എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാറിന്റെ മുൻവശത്തെ ചില്ല് പൊട്ടിയിട്ടുണ്ട്. അത് ഇവിടെ ആക്രമണം നടത്തി, അതായത് ഇത്തരത്തിലുള്ള കൊലപാതകം നടത്തി ഇവിടെ നിന്നും വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് സമീപത്തുള്ള ആരോ കല്ലെടുത്ത് എറിഞ്ഞതാണ്, അല്ലെങ്കിൽ ആക്രമിച്ചതാണ്, കാറിന് നേരെ ആക്രമണം നടത്തിയതാണ്. അങ്ങനെയാണ് ആ ചില്ല് തകർത്തത്. അതായിരുന്നു ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാരണം. പോലീസ് നൽകിയ ഇൻഫർമേഷൻ, മറ്റിടങ്ങളിലേക്കെല്ലാം പാസ് ചെയ്ത ഒരു ഇൻഫർമേഷൻ എന്നത് ഈ കാറിന്റെ നമ്പറും ഗ്രേ കളറാണ്. മാത്രമല്ല ഈ ചില്ല് തകർന്നിട്ടുണ്ട് എന്ന ഒരു ഇൻഫർമേഷനും തന്നെയാണ്. ഇപ്പോൾ നമുക്കിവിടെ നാട്ടുകാരുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രതിനെ പിടിച്ചു എന്നുള്ള ഇൻഫർമേഷൻ തന്നെയല്ലേ നിങ്ങൾക്ക് ലഭിക്കുന്നത്? കസ്റ്റഡി എടുക്കാൻ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. ബസ്സിയും സ്ഥിരീകരിച്ചു, സിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സിയെ കസ്റ്റഡി എടുക്കാൻ അവിടെ പോകുന്നുള്ള പേരാണ് അറിയിച്ചിട്ടുള്ളത്. ദാരുണമായ ഒരു സംഭവം തന്നെയായി പോയി. വളരെയധികം ഈ പ്രദേശത്തെ വളരെയധികം ദുഃഖത്തിലാക്കിയിട്ടുള്ള വലിയൊരു സംഭവമാണ്. അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതികളും പുതുപ്പാടി ഗ്രാമപഞ്ചായത്തൊക്കെ തന്നെ ഈ വിഷയത്തിൽ വലിയ രൂപത്തിലേക്കുള്ള ജാഗ്രത പുലർത്തിയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഗ്രാമപഞ്ചായത്ത് തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രാവശ്യം സർവേക്ഷേമം വിളിച്ചിട്ടുണ്ട്. ഇനി അടുത്ത സർവേക്ഷേമം 25-ാം തീയതിക്ക് വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ലഹരി ഈ ഭാഗങ്ങളിൽ കൂടുതലായിട്ട് താമരശ്ശേരി ഒരാൾ കൊല്ലപ്പെട്ടു. മാത്രമല്ല ആഷിഖിന്റെ സുഹൃത്തു കൂടിയാണ് ഈ യാസിർ എന്ന് പറയുന്നു. അതെ, അങ്ങനെ പറയുന്നുണ്ട്. മുമ്പും ഇവർ രണ്ടാളും പല ബന്ധങ്ങളും കാര്യങ്ങളും ഫോട്ടോ ഒക്കെയാണ് നമുക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്നാണ് സംശയിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിൽ ഈ ഒരു പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് സർവകക്ഷി യോഗമൊക്കെ വിളിച്ചിട്ടുണ്ട്. ഈ ഒരു കൊലപാതകത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ആഷിഖ്, നമുക്കറിയാം കേരളം ഞെട്ടിയ ഒരു വാർത്തയായിരുന്നു. അമ്മയെ ലഹരിക്കടിമപ്പെട്ട മകൻ വെട്ടിക്കൊലപ്പെടുത്തിയത് ആ ആഷിഖിന്റെ സുഹൃത്താണ് ഈ യാസിർ എന്ന വിവരവും കുറച്ചു മുൻപ് പുറത്തു വന്നിട്ടുണ്ട്. ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് ഈ യാസിർ എന്നും നാട്ടുകാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ദാരുണമായ ഒരു സംഭവം. ഇന്ന് വൈകിട്ട് 6:45 നോമ്പ് തുറക്കുന്ന ആ സമയത്താണ് യാസിർ ഈ കാണുന്ന വീട്ടിലേക്ക് എത്തി ഇത്തരത്തിലുള്ള ഒരു ദാരുണ ആക്രമണം നടത്തിയത്. ആദ്യം ഭാര്യയെ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. ഇത് തടയുന്നതിനിടയിലാണ് ഭാര്യ പിതാവിനും മാതാവിനും വെട്ടേറ്റത്. പിതാവിന്റെ പരുക്ക് ഗുരുതരമാണ്. രണ്ടുപേരും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലാണ്. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് രാവിലെ 11 മണിക്ക് യാസിർ ഇവിടെ എത്തിയിട്ടുണ്ട്. യാസിർ ഇവിടെ എത്തി ഈ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. ഇതിനു മുൻപും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 5 വർഷം മുൻപാണ് ഇവരുടെ വിവാഹം നടന്നത്. പ്രണയ വിവാഹമായിരുന്നു. ഈ യുവതിയുടെ വീട്ടുകാർക്ക് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല ഈ ഒരു കല്യാണത്തിനോട്. പിന്നീട് ഇവരുടെ ഈ ഒരു യാസിറിനൊപ്പം പോവുകയായിരുന്നു. അങ്ങനെയാണ് ഒരു വിവാഹം നടന്നത്. വിവാഹം കഴിഞ്ഞ് പിന്നെ 3 മാസത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ യാസിർ ലഹരി ഉപയോഗിക്കുന്ന ഒരു സംശയമൊക്കെ തോന്നിയ മുതൽ തന്നെ ഇവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പിന്നീട് ഇവിടെ വീട്ടിലേക്ക് ഈ ഒരു 6 മാസം മുമ്പ് ഈ ഒരു വീട്ടിലേക്ക് ആ ഭർത്താവുമായി തർക്കിച്ച് പിണങ്ങി ഇങ്ങോട്ട് വന്നതാണ് ഈ യുവതി. ഇന്ന് രാവിലെയും 11 മണിക്ക് ഈ വീട്ടിലെത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനു മുൻപ് 28-ാം തീയതി ഇത്തരത്തിൽ ഇവൻ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായി വാട്സപ്പിലൂടെയും ഫോണിലൂടെയും എല്ലാം ഭീഷണി സന്ദേശം അയക്കുന്നു, വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. അത്തരം പരാതിയെല്ലാം തന്നെ 28-ന് താമരശ്ശേരി പോലീസിന് നൽകിയിട്ടുണ്ടായിരുന്നു. അന്ന് പോലീസ് അവനെ വിളിച്ചു വരുത്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അത്ര കാര്യമായി നടന്നില്ല. പിന്നീടും ഈ യുവതി പോലീസിൽ പോയി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവന് താക്കീത് നൽകണം, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നത്. പക്ഷേ ആ ഒരു പരാതി പോലീസ് വേണ്ട രീതിയിൽ ഗൗനിച്ചില്ല എന്ന ഒരു ആക്ഷേപവും ഇവിടെ ബന്ധുക്കൾ നേരത്തെ മെഡിക്കൽ കോളേജിൽ വെച്ച് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ഈ കുട്ടിയുടെ ഒരു 3 വയസ്സുള്ള കുട്ടിയുണ്ട്. ആ 3 വയസ്സുള്ള കുട്ടിയുടെ വസ്ത്രങ്ങൾ, ഒരു സെറ്റ് വസ്ത്രം മാത്രമായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. ആ കുട്ടിയുടെ വസ്ത്രങ്ങൾ വീട്ടിൽ നിന്നും, അതായത് യാസിറിന്റെ വീട്ടിൽ നിന്നും എടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടും പോലീസിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും യാസിർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കഴിഞ്ഞ വ്യാഴാഴ്ച ഈ വസ്ത്രങ്ങളെല്ലാം തന്നെ തീയിട്ട് അതിനുശേഷം ഈ തീയിടുന്ന ഈ ഒരു വീഡിയോ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു യാസിർ. ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഈ യുവതിക്ക് നേരെ യാസിറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമാണ് 11 മണിക്ക് ഇന്ന് രാവിലെ എവിടെ എത്തി ഭീഷണിപ്പെടുത്തുന്നു. അതിനുശേഷം കൊല്ലണം എന്ന ഉദ്ദേശത്തോടെ കത്തിയുമായി വന്ന് കുത്തുന്നു. അതിനുശേഷം അത് തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഭാര്യ പിതാവിനും മാതാവിനും ഇത്തരത്തിൽ കുത്തേറ്റത്, അല്ലെങ്കിൽ പരുക്കു പറ്റിയത്. അവരും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നത് ഈ പ്രതി ഇപ്പോൾ പോലീസിന്റെ പിടിയിൽ, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. താമരശ്ശേരി സിഐയും സംഘവും ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയിരിക്കുന്നു എന്ന ഏറ്റവും സുപ്രധാനമായ വിവരമാണ് ഇപ്പോൾ നൽകാനുള്ളത്. പ്രവിത.
മിഥില, അതോടൊപ്പം തന്നെ ഇപ്പോൾ മിഥില പറയുന്നതനുസരിച്ചാണെങ്കിൽ 5 വർഷം മുൻപാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞത്. ഇവർ ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ഒരു ഘട്ടത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കല്യാണം കഴിക്കുക കൂടിയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ബന്ധത്തിൽ വില്ലനായത് ലഹരിയാണ് എന്നുള്ളത് തന്നെയാണോ ഇവരെ കുറിച്ച് അറിയുന്നവർ പറയുന്നത്? നിരന്തരം ഈ വധഭീഷണി ഉൾപ്പെടെ യാസർ മുഴക്കിയിരുന്നു എന്നുള്ളതിന് കൂടുതൽ തെളിവുകൾ ലഭ്യമാവുകയാണോ? തീർച്ചയായും പ്രവിത, ആദ്യഘട്ടത്തിൽ ഈ കുട്ടിക്ക് അത്തരമൊരു വിവരം ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീടാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നു എന്ന ഒരു വിവരം ലഭിക്കുന്നത്. ഇതിനെ തുടർന്നാണ് പിന്നീട് ആ തെറ്റി ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇവളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഇന്ന് രാവിലെ 11 മണിക്കും സമാനമായ രീതിയിൽ ഈ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അതിനുശേഷം പിന്നീട് കത്തിയുമായി എത്തി കൃത്യം നടത്തി കാറിൽ അതിവേഗം ഓടിച്ചു പോകുന്നു. കാർ ഓടിച്ചു പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കാറിന് നേരെ ആക്രമണം ഉണ്ടായി. കാറിൻ്റെ ചില്ല് തകർന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ചില്ല് തകർന്ന ഒരു കാർ എന്ന ഇൻഫർമേഷനാണ് പോലീസ് എല്ലാ സ്ഥലത്തേക്കും നമുക്ക് ഈ കൂടെ ഒരാൾ ഇവിടുത്തെ ഒരു പ്രദേശവാസി തന്നെ ചേരുന്നുണ്ട്. അവർക്ക് കൃത്യമായി തന്നെ ഇവരുമായുള്ള ഇവൻ്റെ സ്വഭാവവും എല്ലാം അറിയുന്ന ഒരാൾ തന്നെയാണ്. ഈ ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ കുട്ടിയുമായിട്ട് നിരന്തരം ഭീഷണി നേരിട്ടിട്ടുണ്ടായിരുന്നല്ലോ? 3 മാസമായിട്ട് ഇവന് 3 വർഷത്തോളം ഏകദേശം ലഹരിക്കുമായി അടിമപ്പെട്ടതായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മുടെ സഹബാസ് കൊലപാതകവും താമരശ്ശേരി ഏരിയയിലുള്ള അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ ഉമ്മയെ വെട്ടിക്കൊന്ന അവൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. ആ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ അടുത്ത കാലത്തായി അവൻ താമസിക്കുന്നത്. നിരന്തരമായി ആ പ്രദേശത്ത് നമ്മുടെ പുതുപ്പാടിയിലൊക്കെ ലഹരിയുടെ ഹബ്ബായിട്ട് തന്നെ താമരശ്ശേരി കേന്ദ്രീകരിച്ച് വളരെ നിരന്തരമായി ഇതിനൊക്കെ ഒരു എന്താ പറയുക, സർക്കാരും എല്ലാ സംവിധാനങ്ങളും എല്ലാം പൊതുപ്രവർത്തകരും എല്ലാം ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയം ഈ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാവാറുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾക്കുള്ള ഒരു അറിവ്? നമ്മളെ അറിവിനനുസരിച്ച് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ചെറിയ ഇതിൽ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അടിവാരത്ത് നടന്ന കൊലപാതകത്തിന് ശേഷം ഇവരെ രണ്ടാളെ ഫോട്ടോ കാണുന്നതിന് ശേഷമാണ് ഇവൻ്റെ ഭാര്യ നിരന്തരമായ വിഷയം ഉണ്ടാക്കുകയും ഏകദേശം 1 മാസത്തോളമായി ഈ വീട്ടിൽ തന്നെയാണ് ഇവർ താമസം. അതിനുശേഷം നിരന്തരമായിട്ട് സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു അവർ സംസാരിച്ചിരുന്നു. പക്ഷേ യഥേഷ്ടമായിട്ട് അത് നിർദ്ദേശം നടന്നില്ല. പക്ഷേ ഇന്ന് വൈകുന്നേരമാണ് ഇവന് നേരിട്ട് ഇവിടെ വരികയും ഇതിനു മുമ്പ് ഒരു 3 മണിക്കോളം ഇവിടെ വന്നിരുന്നു. അപ്പോൾ സർട്ടിഫിക്കറ്റ് ചോദിച്ച് വന്നു. പിന്നെ അതുണ്ടായ ഒരു പ്രകോപനത്തിന് പുറത്താണ് ഇങ്ങനെ നടന്നത്. അപ്പോൾ ഏക ദൗർഭാഗ്യം ഞങ്ങൾ നാട്ടുകാരെന്ന നിലക്ക് ഒരുപാട് എന്താ പറയുക വിഷമമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം ഇവരെയൊക്കെ നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ അറിയുന്ന ഒരു വ്യക്തിയാണ്. ഈ വീട്ടുകാരെയൊക്കെ തന്നെ 5 വർഷത്തോളമായി ഇവരെ കല്യാണം കഴിയുകയും ചെയ്തിട്ട്, പക്ഷേ ഒരു സ്നേഹവിഭാവമായിരുന്നു. അപ്പോൾ വീട്ടിലൊന്നും കയറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ഇപ്പോൾ അടുത്ത കാലത്താണ് ഒന്ന് റെഡിയായി ഇങ്ങനെ വന്നത്. ഇവന് 2 ജ്യേഷ്ഠന്മാരാണുള്ളത്. ഒരുത്തൻ ഗൾഫിലാണ്, ഒരുത്തൻ നാട്ടിലിവിടെ ഉണ്ട്. നല്ലൊരു സന്തോഷകരമായുള്ളൊരു ഫാമിലി ആയിരുന്നു ഇവരുത് നമ്മൾ അടുത്ത കാലം വരെ കണ്ടത്. പക്ഷേ ഇതൊക്കെ ഒരു മെയിൻ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ലഹരി, ഇപ്പോഴുള്ള MDMA സിന്തറ്റിക് ലഹരിയുടെ ഒരു ഇര കൂടിയാണ് നമ്മുടെ ഈ ഷിബില എന്ന് പറഞ്ഞ കുട്ടി. ഇതാണ് ഇവിടെ സംഭവിച്ചത്.